ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും KL39ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഹിൽ പാലസിൽ വരാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ വന്നവർക്കൊരു ഓർമ്മപ്പെടുത്തലും വരാത്തവർക്കൊരു പരിചയപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു കൊച്ചു വ്ളോഗ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും വരുന്നുണ്ട്. മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന സമയം മോർണിംഗ് 9 AM to 12:30 PM, ഉച്ച കഴിഞ്ഞ് 2 PM to 4:30 PM. തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും. ഓക്കെ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മുടെ മണിച്ചിത്രത്താഴ് എന്നുള്ള മൂവിയിൽ കൂടി മാടമ്പി മനയായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ മലയാളികളുടെ സ്വന്തം മാടമ്പി മനയിലേക്കാണ് ഇന്നത്തെ ഒരു യാത്ര. അപ്പോൾ കുറച്ചധികം പടികൾ നമ്മൾ നടന്നു കയറിയിട്ട് വേണം നമ്മുടെ കൊട്ടാരത്തിൻ്റെ അടുത്തെത്താനായിട്ട്. അപ്പോൾ പടികളെ ചുറ്റി കൊട്ടാരത്തിന് അടുത്ത് വരെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിൽ പാലസിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗാർഡനാണ്. ശരിക്കും ഇവർ നല്ല ഭംഗിയായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മണിച്ചിത്രത്താഴ് എന്നുള്ളൊരു മൂവി മാത്രമല്ല, മൂന്നാം മുറ, ഓർക്കാപ്പുറത്ത്, വ്യൂഹം, കളിയൂഞ്ഞാൽ, അങ്ങനെ ഒരുപാട് ഫിലിമിന് ലൊക്കേഷനായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹിൽ പാലസ് എന്ന് പറഞ്ഞ മ്യൂസിയം. നമ്മുടെ ഈ ഒരു ഹിൽ പാലസ് കൊച്ചി രാജകുടുംബത്തിൻ്റെ വസതി എന്നതിനേക്കാളിലും മലയാള ചലച്ചിത്രങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു കൊട്ടാരം കൂടുതൽ സുപരിചിതമായിട്ടുണ്ടാവുക. കൊച്ചി രാജകുടുംബത്തിൻ്റെ ഓർമ്മകളും ചരിത്രവും ഒക്കെ ഉറങ്ങുന്ന ഈ ഒരു മ്യൂസിയം 1986 പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1865 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ കൊട്ടാരം ഏകദേശം 54 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് വിഷ്വലി, അതായത് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ മാത്രമേ നമുക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള ബാഗ്, ചെരുപ്പ്, മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കൾ, അതായത് ക്യാമറ, മൊബൈൽ, അതൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച ശേഷം വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ അതെല്ലാം ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച ശേഷം നമ്മുടെ പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് പരിശോധിക്കും. അതിനുശേഷം നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ മെഷീനിലൂടെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറും. അങ്ങനെ ഉള്ളിൽ വിശാലമായിട്ടുള്ളൊരു പുരാവസ്തു ശേഖരമാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജകുടുംബത്തിൻ്റെ കിരീടം, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, ചിത്രങ്ങൾ എന്നിവയുടെ എല്ലാം വലിയൊരു ശേഖരം തന്നെ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ആ മെയിനായിട്ടുള്ള വാതിലിൻ്റെ ഫ്രണ്ടിൽ 2 മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കാണാം. മണിച്ചിത്രത്താഴ് മൂവിയിൽ നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ കുട തൂക്കിയിടുന്ന രംഗം, എന്നിട്ട് കുട മറന്നുപോയിട്ട് എടുക്കാൻ വരുന്നതും ആ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് റൂം. ഇവിടെയാണ് നമ്മളെ മൊബൈലും നമ്മുടെ ബാഗും ചെരുപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു. ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. അടുത്തത് ഒരു ചെറിയൊരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ മണ്ഡപം എന്നാണ് പറയുക. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് റീൽസിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ട് ആളുകൾ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഇവിടെ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഹിൽ പാലസിൽ വരുന്നവർ ഈ ഒരു സ്ഥലം കൂടി മിസ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫുഡ്, വെള്ളം ഇതൊക്കെ കരുതുക. കാരണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ അത്യാവശ്യം നടന്ന് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കരുതിയിട്ട് വരിക. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് മ്യൂസിയം കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൊട്ടാര പരിസരത്ത് നിന്നും
കുളം വരെ നീളുന്ന ഒരു വലിയ ഇടനാഴിയാണ് കേട്ടോ. ഇത് അരമതിലൊക്കെ കെട്ടി ഓടൊക്കെ ഇട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ആംബിയൻസിലുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഇടനാഴിയിലൂടെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ പൈതൃക മ്യൂസിയമാണിത്. ശരിക്കും എന്താ പറയുക, കുറച്ച് പഴമേനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടും കൂടി മിസ് ചെയ്യാതെ കാണണം കേട്ടോ. ശരിക്കും നാലുകെട്ട്, നടുമുറ്റം, തുളസിത്തറ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക, ശരിക്കും നമ്മളെ നൊസ്റ്റു അടുപ്പിക്കുന്ന ഒരു ഏരിയയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ തന്നെ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് എന്നുള്ള മൂവിയിൽ തന്നെ ലാലേട്ടനും സുധീഷൊക്കെ കുളിക്കാനായിട്ട് പോകുന്ന ആ ഒരു കുളക്കടവ്, ആ ഒരു ഏരിയയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. പക്ഷേ ഈ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത് ക്ലോസ്ഡ് ആണ്. ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മാനുകളുടെ പാർക്കിലേക്കാണ്. ഇവിടെ ചെറുതും വലുതുമായിട്ട് നിരവധി മാനുകളുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഹിൽ പാലസിൽ വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും, അതായത് കുഞ്ഞുങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ മാൻ പാർക്ക്. അപ്പോൾ എൻ്റെ മോനും ഹിൽ പാലസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വരുംകുട്ടൻ മാനുകൾക്ക് പുല്ലും ഇലയും ഒക്കെ കൊടുത്ത് അവരുടെ വിശപ്പൊക്കെ മാറ്റി നമ്മൾ ഊഞ്ഞാലൊക്കെ നാടി അങ്ങനെ നമ്മൾ പതിയെ ക്യാൻറ്റീൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമോ ചായയോ കടിയോ ഒക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? മൂന്നാമറ ഫിലിമിൽ ലാലേട്ടൻ, അതായത് കാടിൻ്റെ നടുവിൽ കൊട്ടാരമായിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു ഹിൽ പാലസിലാണ്. അതിൽ ലാലേട്ടൻ ഒരു തുരങ്കത്തിൽ കൂടി ഇങ്ങനെ കയറി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പം നമ്മുടെ ഹിൽ പാലസിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ ഒന്നുകൂടെ പറയാണ്, നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാക്സ്, വെള്ളം ഇതൊക്കെ കരുതിയിട്ട് വരിക. ഇപ്പം നല്ല വേനലാണ്, നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മസ്റ്റായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഡൈനോസറിൻ്റെ പ്രതിമ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ആളൊന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൊത്തം അടർന്നൊക്കെ വീണ് അതിൻ്റെ കാലപ്പഴക്കത്തെയും അതിജീവിച്ച് അവൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇത്തവണ വന്നപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ അടർന്നു പോയ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി അവരത് വീണ്ടും നമ്മുടെ ഡൈനോസറിനൊരു പുനർജീവൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അധികൃതർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും നമ്മുടെ ഹിൽ പാലസിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനം തന്നെയായിരുന്നു ഈ ഡൈനോ പ്രതിമ അല്ലേ. അപ്പോൾ ഡൈനോയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൗത്ത് ബ്ലോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിൽ പാലസ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹിൽ പാലസിൽ വരാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്കവരും ഇവിടെ വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ വന്നവർക്കൊക്കെ ഒരു ഓർമ്മ പുതുക്കലും കൂടി ആയിരിക്കാം ഈ ഒരു വീഡിയോ. വരാത്തവർക്ക് ചെറിയൊരു പരിചയപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് ഫീഡ്ബാക്സൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ നമ്മളെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഹിൽ പാലസ്. ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.